ഡോർ ബെല്ലടിക്കുന്നത് കേട്ട് രേവതിക്കുട്ടി പുറത്തേക്ക് പോയി. അരമിനിറ്റിനുള്ളിൽ അവൾ കോണിപ്പടി പാഞ്ഞു കയറി ലോബിയിലെത്തി. ബബിതയെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. എല്ലാവരുടെയും നോട്ടം രേവതിക്കുട്ടിയിലായിട്ടോ. ആരാ? ബബിത ആശ്ചര്യത്തോടെ ചോദിക്കാണ്. ശിവശങ്കര മേനോൻ പാലായിന്ന് വരികയാണെന്ന് പറഞ്ഞു. ബബിത ഞെട്ടിപ്പോയി. ഈശ്വര, അങ്കിള് അങ്ങനെ തപ്പിപ്പിടിച്ചെടുത്തു ഈ വീട്. അവൾ നെഞ്ചിൽ കൈവച്ച് ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഷോ, ഇനി എന്തു ചെയ്യും? ബബിത ഒരാശ്രയത്തിനായി സ്റ്റാലിനെ നോക്കി. നീ ചെന്ന് കാര്യം എന്തെന്ന് ചോദിക്ക്, സ്റ്റാലിൻ നിർദ്ദേശിച്ചു. എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ, ഉറപ്പാ. ബലമായിട്ടൊന്നും പിടിച്ചോണ്ട് പോകത്തില്ല, ചെല്ല്. ബബിതയോടൊപ്പം ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കൂടി പോയി. സിറ്റൗട്ടിൽ അസ്വസ്ഥരായി നിൽക്കുകയാണ് ശിവശങ്കര മേനോൻ. അങ്കിളെ, ബബിത അത്ഭുതഭാവത്തിൽ വിളിച്ചു. അങ്കിൾ എങ്ങനെ ഈ വീട് കണ്ടുപിടിച്ചു? രോഹിത്തോട് വന്നിട്ടുണ്ടല്ലോ, ശിവശങ്കര മേനോൻ പറഞ്ഞു. അങ്കിൾ എങ്ങനെ വന്നത്? കാറെവിടെ? ഗേറ്റിന് പുറത്തോട്ടിരിക്കുക, ഇങ്ങോട്ട് കേട്ടിട്ടോ അങ്കിളെ. കാർ തിരിക്കാനും അതാ എളുപ്പം, ബബിത പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. നീ റെഡിയായില്ലേ? എന്തിന് പോകാൻ? എങ്ങോട്ട്? പാലായിക്ക്. നിന്റെ അമ്മ ഇന്നലെ രാത്രി ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നില്ലേ അമ്മയോട്? അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ വരില്ലെന്ന്. ബബിത തർക്കിക്കുകയാണ്. അതെനിക്കറിയില്ല, നിന്നെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ എങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് അങ്കിൾ ഉടനെ കാറും എടുത്തുകൊണ്ട് ഓടി വരണമായിരുന്നോ? എനിക്കങ്ങനെ ചുമ്മാ കയ്യും വീശി വരാൻ പറ്റുമോ അങ്കിളെ? എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ട്. അലിന ചേച്ചിയെ കണ്ട് യാത്ര പറയണ്ടേ? ചേച്ചീനെ ഏൽപ്പിച്ച ജോലികൾ തീർത്തു കൊടുക്കണ്ടേ? അപ്പോഴേക്കും മാമച്ചൻ ഇറങ്ങി വന്നു. മാമച്ചൻ അങ്കിളെ, ഇതാണെൻ്റെ അങ്കിൾ. ഹലോ മാമച്ചൻ കഴിഞ്ഞിട്ടി. മടിച്ചിട്ടാണെങ്കിലും ശിവശങ്കരൻ കഴിഞ്ഞിട്ടിട്ടോ. ഞാൻ ശിവശങ്കരൻ വരാൻ. കയറിയിരിക്കൂ, സമയമില്ല. ബബിത നീ വരുന്നുണ്ടോ? ഇന്ന് ഏതായാലും വരാൻ പറ്റില്ല. ശരി, നീ നേരിട്ട് തന്നെ പറഞ്ഞേക്ക് നിന്റെ അമ്മയോട്. കാറിലിരിപ്പുണ്ട്. കാറിലോ? ബബിത ഞെട്ടലോടെ ചോദിക്കാണ്. ഉടൻ ഗ്രേസം ഇടപെട്ടു. അതെന്താ കാറിലിരിക്കുന്നത്? ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വാ, ഞങ്ങളൊക്കെ മനുഷ്യരല്ലേ. ശിവശങ്കരൻ ഒന്ന് പതറുന്നുണ്ട്. ഗ്രേസമ്മ ഇറങ്ങി ഗേറ്റിലേക്ക് നടന്നു കഴിഞ്ഞു. പിന്നാലെ മാമച്ചന് പോയി. വാ വാ. സ്തംഭിച്ചിരുന്ന ബബിതയുടെ കൂടെ രേവതിക്കുട്ടിയും ഇറങ്ങി. ചില്ല കയറ്റിയിട്ട് വൈജ അതിനുള്ളിരിക്കുകയാണ്. ഗ്രേസമ്മ ഗ്ലാസ്സിൽ തട്ടി വിളിച്ചു. ഡോർ ഹാൻഡിൽ പിടിച്ചുയർത്തിയപ്പോൾ ശബ്ദത്തോടു കൂടിയിട്ട് ഡോർ തുറന്നു. വൈജയന്തി എന്ത് ചെയ്യണമെന്നറിയാതെ ഒന്ന് പരിങ്ങി നിൽക്കാണ്. ഇതെന്താ ഇറങ്ങി വരാത്തത്? വീട്ടുവാതിക്കൽ വരെ വന്നിട്ട് കയറാതെ പോകുന്നത് ശരിയാണോ? വൈജയന്തിയുടെ മോൻ ഞങ്ങളുടെ ഗസ്റ്റായിട്ട് എത്ര ദിവസം ഇവിടെ താമസിച്ചു? മോള് 2 ദിവസമായിട്ട് ഞങ്ങളുടെ ഗസ്റ്റ് അല്ലേ, പിന്നെന്താ ഇത്ര മടി? ഗ്രേസമ്മ വൈജയന്തിരെ കൈപിടിച്ചിറക്കി. വൈജയന്തിക്ക് അനുസരിക്കുകയും നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. കയറി വരൂ എന്നും പറഞ്ഞ് മാമച്ചൻ ക്ഷണിക്കുകയാണ്. മിസ്റ്റർ മേനോൻ, കാറകത്ത് കയറ്റിയിട്ടേക്ക്. അവിടെ വേറെ വണ്ടി വന്നാൽ സൈഡ് കിട്ടില്ല. ശിവശങ്കരൻ കീച്ചെയിനുമായിട്ട് ഗേറ്റിലേക്ക് പോയി. ബബിത അന്തം വിട്ട് നിൽക്കുകയാണ്. സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ നേർക്ക് മൂർച്ചയോടെ നോക്കിയിട്ട് വൈജയന്തി മടിച്ച് ഗ്രേസിയമ്മയോടൊപ്പം അകത്തേക്ക് കയറി. ശിവശങ്കരൻ കാർ ഓടിച്ച് മുറ്റത്ത് കയറിയിട്ട ശേഷം ഇറങ്ങി വന്നു. അയാൾ വരാൻ കാത്തു നിൽക്കുകയായിരുന്നു മാമച്ചൻ. വരണം. മാമച്ചൻ അയാളെ അകത്തേക്ക് ക്ഷണിച്ചു. കോണിപ്പടിക്ക് മുകളിൽ ലോബിയിൽ സ്റ്റീൽ ഗ്രില്ലിന് മേലെ കൈകളൂന്നി അല്പം മുന്നോട്ട് കുഞ്ഞു നിൽക്കുകയായിരുന്ന ആളിനെ സ്റ്റാൻലി ജോസഫ്. അപ്പോഴാണ് ഹാളിലേക്ക് കാലത്ത് വെച്ചപ്പോഴേ വൈജയന്തി ആ കാഴ്ച കാണുന്നത്. സ്റ്റാൻലി ജോസഫിനെ. വൈജയന്തിയുടെ പാദങ്ങൾ നിശ്ചലമായി. നെഞ്ചിന് കുറുകെ ഒരു കൊള്ളിയാൻ മിന്നി. പതിറ്റാണ്ടുകളായി മനസ്സിന്റെ ശവക്കല്ലറകളിൽ നിഗൂഹനം ചെയ്തിരുന്ന വേദനകളെല്ലാം സ്നേഹവൈര്യങ്ങളെയും ആനന്ദഭൂതികളെയും എല്ലാം വീണ്ടും ഉജ്ജ്വലമായി പ്രകാശിപ്പിച്ചുകൊണ്ട് ഓർമ്മകളുടെ ഒരിടിമിന്നൽ. ഹോട്ടലിൽ വെച്ചുണ്ടായ കൂടിക്കാഴ്ച ഒരു ഞടുക്ക മാത്രമായിരുന്നു. മരിച്ചുപോയൊരാളെ പട്ടാപ്പകൽ നടുറിൽ വെച്ച് കണ്ട പോലെ ഇപ്പോൾ പോയ കാലങ്ങളുടെ സൂര്യവെളിച്ചമേറ്റ് വൈജയന്തിക്ക് കണ്ണഞ്ചി. എന്താ നിന്ന് കളഞ്ഞത്? ഇങ്ങോട്ട് കയറി വന്നിരിക്കൂ. ഗ്രേസമ്മ വിളിച്ചപ്പോൾ വൈജയന്തി വല്ലാതെ പതറി. ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത നാടകമാണോ? ഇവിടെ അവഹേളിക്കപ്പെടാനും അപമാനിക്കപ്പെടാനും പോകുന്ന കഥാപാത്രമാണോ ഞാൻ? ഇതിന്റെ എല്ലാം പിന്നിൽ ദുർമന്ത്രവാദിക്ക് സമാനമായ ഏതോ കുശാഗ്രബുദ്ധിയുള്ള ഗൂഢാലോചനയില്ലേ? സംശയത്തോടെയാണ് വൈജയന്തി ഗ്രേസമ്മയെ ചൂണ്ടിക്കാട്ടിയ സോഫയിലിരുന്നത്. ശിവശങ്കരനും മാമച്ചനും കൂടി ഒന്നിച്ച് ഹാളിലേക്ക് കയറി വന്നു. ശിവശങ്കരമേനോന് ആദ്യത്തെ കാഴ്ചയിൽ സ്റ്റാലിനെ മനസ്സിലായില്ല. അയാൾ ഒറ്റത്തവണയെ കണ്ടിട്ടുള്ളൂ. സ്റ്റാലിൻ ഒരു പ്രാവശ്യം മാത്രമേ ശിവനെ കണ്ടിട്ടുള്ളൂ. എങ്കിലും പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. 23 വർഷം മുമ്പേ വൈജയന്തി തേടി സ്റ്റാലിനെ കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിലെത്തിയപ്പോൾ അധിക്ഷേപിച്ച് തിരിച്ചയക്കാൻ കുഞ്ഞിരാമൻ മേനോടൊപ്പം തിളച്ചു നിന്നത് ശിവശങ്കരമേനോനായിരുന്നു. വൈജയന്തി എന്ന സോഫയിൽ തന്നെ ശിവശങ്കരമേനോനും ഇരുന്നു.
കുടിക്കാൻ എന്താ വേണ്ടത്? ചായ, കോഫി? രേവതിക്കുട്ടി രണ്ടുപേരെയും മാറി മാറി നോക്കി. ഒന്നും വേണ്ട, വൈജയന്തി പറഞ്ഞു. അത് പറ്റില്ല, ഇവിടെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ ആരെയും ഞങ്ങൾ വിടാറില്ല. രേവതിക്കുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മയ്ക്ക് ചായ മധുരം കുറച്ച്, അങ്കിളിന് കോഫിക്ക് മധുരം വേണ്ട, ബബിത പറഞ്ഞു. ഓക്കെ, ഇതാ റെഡി. രേവതിക്കുട്ടി കിച്ചണിലേക്ക് ഓടി. വൈജയന്തി ഇരുന്ന് ഞെരിപിരി കൊള്ളുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി. സ്റ്റാൻലി ഇവിടെ ഉണ്ടാവുമെന്ന് ഒട്ടുമേ വിചാരിച്ചില്ല. ആരെയും അഭിമുഖീകരിക്കേണ്ടി വരരുത് എന്ന് കരുതിയാണ് ശിവേട്ടനെ വീട്ടിലേക്ക് കയറ്റിവിട്ടത്. ശിവേട്ടൻ പോലും ഒരു മുന്നറിയിപ്പ് തന്നിരുന്നെങ്കിൽ ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കില്ലായിരുന്നു. സ്റ്റാൻലി 2 ദിവസമായി ഇവിടെ തന്നെ ഉണ്ടോ? ബബിതയും സ്റ്റാൻലി തമ്മിൽ കൂടുതൽ സംസാരിക്കാനും എടുക്കാനും അവസരം കിട്ടിയിട്ടുണ്ടോ? പാലാ സ്വദേശിയാണ് താനെന്നും കൊല്ലപ്പള്ളി കൈതക്കൽ വീട്ടിലെ വൈജയന്തിയാണ് തൻ്റെ അമ്മയെന്നും ബബിത സ്റ്റാൻലിയോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ? അപ്പോൾ സ്റ്റാൻലി വൈജയന്തിയെ താൻ അറിയുമോ? ഞങ്ങൾ ആകെ ഒന്നിച്ചായിരുന്നല്ലോ എന്ന് വെളിപ്പെടുത്തിയിരിക്കുമോ? സ്വന്തം മകളുടെ മുന്നിൽ ചെറുതാകുന്നിടത്തോളം വലിയ അപമാനം വേറെയില്ലെന്ന് വൈജയന്തി വിഷമത്തോടുകൂടി ഓർക്കുകയാണ്. സ്റ്റാൻലിക്ക് വേണമെങ്കിൽ ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വരാം, തൻ്റെ മുന്നിൽ വന്നെന്ന് പറയാം. ആരിത്? വൈജയന്തിയോ? ഇത് ഭയങ്കര സർപ്രൈസ് ആയിരിക്കുന്നല്ലോ. മാമച്ചനും ഗ്രേസമ്മയ്ക്കും അറിയോ ഇതാരാണെന്ന്? ഞങ്ങൾ ആഗ്രയിൽ വെച്ച് പ്രേമിച്ചിട്ടുണ്ട്, ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട്. അന്ന് ഗർഭിണിയായിരുന്നു. ബൈ ആ കുട്ടിയുടെ വൈജയന്തി എന്തായാലും പ്രസവിച്ചിട്ടുണ്ടാകുമല്ലോ. എല്ലാവരും അന്താളിച്ച് തന്നെ നേരെ നോക്കുന്നു. സ്റ്റാലിയെ നോക്കുന്നു. ഈ പറഞ്ഞൊക്കെ സത്യമാണോ? ബബിത ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. വയ്യ, ഇവിടെ ഇരിക്കാൻ വയ്യ. വൈജയന്തി എഴുന്നേറ്റു. ബബിത, നീ വരുന്നുണ്ടോ ഇല്ലയോ? അമ്മ എന്താ ഇങ്ങനെ? എന്തു പറ്റി? ഞാൻ ആലിന ചേച്ചിയോടൊപ്പം ഒന്ന് ചോദിക്കട്ടെ? ബബിത അമ്പരപ്പ് പ്രകടിപ്പിച്ചു. ജയന്തി ഇരിക്ക്. ശിവനും പറയാണ്. സോഫയിൽ നിറയെ സൂചിമുനകൾ. വൈജയന്തി അവയ്ക്കുമെതിരെ ഇരിക്കുന്നു. ഭവിത ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും സ്റ്റാൻലി ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകണം ഭവിത തന്റെ മകളാണെന്ന്. അത്രയ്ക്കുമുണ്ടായിരുന്നു രൂപസാദൃശ്യം. ചെറുപ്പത്തിലെ തന്നെ പോലെ തന്നെയാണ് ഭവിത ഇപ്പോൾ. തന്റെ മകൾ തന്നെ പോലെ ആയിരിക്കണമെന്ന് താൻ പോലും ആഗ്രഹിച്ചിട്ടില്ല. അതാഗ്രഹിച്ചത് ഒരാൾ മാത്രമാണ്, സ്റ്റാൻലി. സ്റ്റാൻലിക്ക് പെൺകുഞ്ഞുണ്ടാവാനായിരുന്നു ആഗ്രഹം. തനിക്കാണെങ്കിൽ സ്റ്റാൻലിയെ പോലെ ഒരാൺകുട്ടി മതിയായിരുന്നു. ഒരു കൊച്ചു സ്റ്റാൻലി. 6.25 പൊക്കക്കാരനെ ഇത്തിരി പോന്ന ഒരു കൈക്കുഞ്ഞായി കയ്യിൽ കിട്ടുക, അവനെ ലാളിക്കുക, കൊഞ്ചിക്കുക, ചുമലിട്ട് നടക്കുക, ഉള്ളംകൈയിൽ വെച്ച് വളർത്തുക, അതൊരു മായിക സ്വപ്നമായിരുന്നു. ഇത് പെൺകുരുന്ന് തന്നെ. ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു പെണ്ണാണെന്ന്. സ്റ്റാൻലി തർക്കിക്കുന്നു. അമ്മച്ചി എങ്ങനെ അറിഞ്ഞു? അമ്മച്ചിയുടെ മോൻ അന്നമാത്തിൽപ്പെട്ടൊരു പെണ്ണിന്റെ കൂടെയാണെന്നോ അവൾ ഗർഭിണിയാണെന്നോ അമ്മച്ചിക്ക് അറിയില്ലല്ലോ. താനും വിട്ടുകൊടുക്കുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വൈഫിന്റെ കാര്യമാണെന്നാ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞത്. എന്നാലും അമ്മച്ചിക്ക് എങ്ങനെ പറയാൻ പറ്റും പെൺകുഞ്ഞാണെന്ന്? ലക്ഷണം കേട്ട് പറഞ്ഞതാണ്. വയറ് വലുതാണോടാ ലാലിച്ച എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണെന്ന് തോന്നുന്നു. അപ്പൊ അമ്മച്ചി പറഞ്ഞു എന്നാ നിന്റെ കൂട്ടുകാരോട് പറ പെണ്ണാണെന്ന്. ആൺകുട്ടിയായിരുന്നോ അതോ പെൺകുട്ടിയായിരുന്നോ അതുപോലും താൻ ആരോടും ചോദിച്ചിട്ടില്ല. മരിച്ചാണ് കുഞ്ഞ് ജനിച്ചെന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായ ഷോക്ക് അത്ര കനത്തതായിരുന്നു. പെൺകുഞ്ഞുണ്ടാകാൻ വേണ്ടി കൊതിച്ചയാൾ എവിടെ പോയി ഒളിച്ചു? ചോദിക്കേണ്ടതാണ് ഇവരുടെ മുന്നിൽ വെച്ച്, ഇവരെ പോലെ അനേകാര്യങ്ങളുടെ മുന്നിൽ വെച്ച്. നിങ്ങളെ മാത്രം വിശ്വസിച്ച് ജോലി പോലും രാജിവെച്ച് നിങ്ങളോടൊപ്പം ഇറങ്ങി വന്നു ജീവിതം നുറങ്ങി വെച്ച വൈജയന്തി എന്ന പെണ്ണിനെ ഓർമ്മയുണ്ടോ? 8 മാസം ഗർഭിണിയായിരുന്ന അവളെ അറിയാത്തൊരു സ്ഥലത്ത് ഒരു വാടകയ്ക്ക് വീട്ടിൽ വേലക്കാരി പെണ്ണിന്റെ കയ്യിൽ ഏൽപ്പിച്ച് സ്ഥലം വിട്ട് കളയാൻ നിങ്ങൾ എവിടെയായിരുന്നു 24 വർഷം? അവൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചോ? അവൾക്കും അവൾ പ്രസവിച്ച കുഞ്ഞിനും എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾ അറിഞ്ഞോ? ഇനിയുമുണ്ട് 1000 ചോദ്യങ്ങൾ. വൈജയന്തി സോഫയിലിരുന്ന് ചെറുതായി കിതച്ചു. ധർമ്മരോഷത്തിന്റെ പ്രക്ഷുബ്ധ സമുദ്രം അവളുടെ ഹൃദയത്തിനുള്ളിൽ തന്നെ അലയടിച്ചു ഒടുങ്ങി. വേണ്ട, ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഒരിക്കലും നഷ്ടപ്പെട്ടു പോയ ജീവിതം തീർച്ചയായിട്ടും നൽകാൻ കഴിയില്ല. പകരം കുറച്ച് നഷ്ടം കൂടി വരുത്തി വയ്ക്കാനേ സാധിക്കൂ. ഈ ചോദ്യങ്ങൾ തൻ്റെ ജന്മത്തോടൊപ്പം മനസ്സിലിരുന്ന് നീർ ദഹിച്ചു പോകട്ടെ. രേവതിക്കുട്ടി ട്രെയിൽ ചായയും കാപ്പിയും കൊണ്ടുവന്ന് ശിവശങ്കര മേനോനെ വൈജയന്തിക്കും കൊടുത്തു. ഇവിടെ ആണോടി ചായ കൊടുക്കുന്നത്? ആ ഡൈനിങ് ടേബിളിലേക്ക് വയ്ക്ക്. സ്നാക്സ് എന്തെങ്കിലും കൂടി എടുത്തു വയ്ക്ക്. ഇതൊക്കെ പ്രത്യേകം പറയണോ? ഗ്രേസമ്മ രേവതിക്കുട്ടിയെ ശാസിക്കുന്നുണ്ട്. ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഈ കോഫി തന്നെ അധികം, ശിവൻ പറഞ്ഞു. വൈജയന്തി ചായ ഒരു ഗ്ലാസ് കുടിച്ചിട്ട് കപ്പ് ടീപ്പോയമ്മ വെച്ചു. നീ എന്താ ഇങ്ങനെ മരം പോലെ നിൽക്കുന്നേ? വൈജയന്തി ബബിതയോട് ദേഷ്യപ്പെട്ടു. ഞാനിപ്പം തന്നെ അലയ ചേച്ചി വിളിച്ച് ചോദിക്കാവേ. ബബിത മൊബൈൽ ഫോൺ എടുത്ത് രേവതിക്കുട്ടിയുടെ മുറിയിലേക്ക് പോയി. അപ്പോൾ തന്നെ അവൾ അലീനെ വിളിച്ച് ആവേശത്തോടെ പറഞ്ഞു, ചേച്ചി അമ്മയെങ്കിലും വന്നിട്ടുണ്ട്. ആ, ഇവിടെ മാമച്ചനങ്ങളുടെ വീട്ടിൽ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാ. നേരാണോടി? പപ്പയില്ലേ അവിടെ? ഉണ്ടെന്നേ. അവ പപ്പയെ കണ്ടതോടെ ആകെ അപ്സെറ്റായിട്ടിരിക്കുക. ബബിത ആദ്യം മുതൽ വള്ളി വിടാതെ എല്ലാം വിസ്തരിച്ചു.
ഞാനും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. അലിയുടെ സ്വരത്തിലെ ഇച്ഛാഭംഗം ബബിതയ്ക്ക് മനസ്സിലായി. ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് രണ്ടുപേരെയും ഒന്നിച്ച് കാണാമായിരുന്നല്ലോ. ഞാൻ എന്തുമാത്രം കൊതിച്ചിട്ടുണ്ടെന്ന് അറിയോ? രണ്ടുപേരുടെയും നടുക്ക് കയറിയെന്ന് ഒരു ഫോട്ടോ എടുക്കാമായിരുന്നല്ലോ എന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ അലിൻ ചേച്ചി ഒന്നും നടക്കില്ല. ഒരാൾ ബാൽക്കണിയില, മറ്റൊരാൾ താഴെയിലും തമ്മിൽ കണ്ടെന്ന് പറയാം, അത്രയേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് പപ്പയെ വിളിച്ച് താഴേക്ക് കൊണ്ടുപോയി ഒന്നും അറിയാത്ത പോലെ അമ്മയിലും അമ്മയ്ക്കും ആങ്കിളിനും പരിചയപ്പെടുത്തി കൊടുത്തുവിടെ? അയ്യോ, ഞാനോ? എനിക്ക് പേടിയാ പപ്പയുടെ അടുത്ത് പറയാൻ. പപ്പയ്ക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ, ഞാൻ കണ്ടതാ ആ അസിസ്റ്റന്റ് കമ്മീഷണറുടെ അടുത്ത്. ഞാൻ മാത്രമല്ല, അങ്ങേരും കൂടി നടുങ്ങിപ്പോയി. എൻ്റെ ഈശ്വര, അതൊക്കെ നേരിട്ട് കണ്ടിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പപ്പയുടെ അടുത്ത് അത്ര ഫ്രീ ആയിട്ട് സംസാരിക്കാനേ പോകത്തില്ലായിരുന്നു. എന്താ ശൗര്യം! പപ്പയ്ക്ക് പോലീസിനൊന്നും ഒരു പേടിയില്ല. പപ്പ എന്തിനാ പേടിക്കുന്നേ? പപ്പ കുറ്റവാളിയല്ലല്ലോ. മാത്രമല്ല ലെഫ്റ്റനന്റ് കേണൽ എന്നൊക്കെ പറഞ്ഞ ഏതാണ്ടൊരു DAG റാങ്കിനൊപ്പം വരുമെന്ന് പപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇനി പപ്പയുടെ അടുത്ത് കളിതമാശയ്ക്കൊന്നും ഞാനില്ല. ഇത്രയും ദിവസം എൻ്റെ അടുത്ത് ദേഷ്യപ്പെടായിരുന്ന എൻ്റെ ഭാഗ്യം. അത് ഭാഗ്യമൊന്നുമല്ല, വൈജയന്തി ഓർത്തിട്ട് പപ്പ അനുവദിച്ചെന്ന സ്പെഷ്യൽ ബോണസാ. അതൊന്നല്ല ചേച്ചി ഇപ്പൊ വിഷയം. ഞാനിപ്പോൾ അവരുടെ കൂടെ പോവണോ വേണ്ടയോ? പോവണ്ടെന്ന് ചേച്ചി പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് അമ്മയോടും അങ്ങളിനോടും പറയാലോ ചേച്ചി സമ്മതിക്കത്തില്ലെന്ന്. നീ അവരുടെ കൂടെ പോകണം. ഞാനിത്രയ്ക്ക് ഭാരമായ ചേച്ചി? ഭാരമായിട്ടൊന്നുമല്ല, എനിക്കറിയാം. എന്നെ ചുമന്ന് മടുത്ത് കാണും. എങ്ങനെ ഒഴിവാക്കണമെന്ന് ആലോചിച്ച് തല പുണ്ണാക്കുമ്പോഴാ അമ്മയുടെയും അങ്കിളിനെയും വരവ്. അതല്ലേ ചേച്ചി സത്യം. പിന്നെ നിന്നെ ഒഴിവാക്കിയിട്ട് വേണമല്ലോ എനിക്ക് ബിരിയാണി കട്ടുവിനാൻ. സത്യം പറഞ്ഞാൽ നീ എന്നെ അല്ലടി ചുമന്നോട് നടന്നത്. എനിക്ക് വേണ്ടി നീ എന്തെല്ലാം ചെയ്തു. യാതൊരു കടപ്പാടും ഇല്ലാഞ്ഞിട്ടും നീ എന്നെ പപ്പയുടെ കുടുംബത്തിന് വേണ്ടി ദാസിയെപ്പോലെ പണിയെടുത്തില്ലേ? ചേച്ചി ചുമ്മാ പറയാ, എന്നെ സോപ്പിട്ട് പറഞ്ഞേക്കാൻ വേണ്ടിയല്ലേ? അല്ല മോളൂ, നിന്നെ എനിക്ക് അനുജത്തിയായി കിട്ടിയതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്ത ദിവസങ്ങളായിരുന്നു അതെല്ലാം. ചേച്ചി, ഞാൻ പോകത്തില്ല. എന്നോട് പോകാൻ പറയല്ലേ? ബബിത കെഞ്ചി. കുറച്ച് ദിവസത്തേക്ക്. അപ്പോഴേക്കും ഞാനും എൻ്റെ ജോലി ഒതുക്കും. ചേച്ചിയോട് ചോദിക്കാൻ പോയത് എൻ്റെ മണ്ടത്തനം. ഞാൻ ഓർത്തില്ല കേട്ടോ ചേച്ചിയോട് പൊയ്ക്കളാൻ പറയുന്ന. ബബിതയുടെ സ്വരത്തിൽ സങ്കടം കയറുന്നു. മോളെ, അമ്മയല്ലേ വന്ന് വിളിച്ചത്? പോകാതിരുന്നാൽ അനുസരണക്കേടാവില്ലേ? അമ്മയ്ക്കത് ക്ഷീണമല്ലേ? എവിടെയെല്ലാം അമ്മ തോറ്റു. വല്ലപ്പോഴും അമ്മയ്ക്കൊന്ന് ജയിക്കണ്ടേ? ഇത്തവണ മോള് തോറ്റു കൊടുക്കണം. ഒരാഴ്ചക്കകം ഞാൻ അമ്മയുടെ അടുത്ത് വരുന്നോളാമെന്ന് പറഞ്ഞാൽ പോരെ? എനിക്ക് അവിടെ വന്ന് അല്ല ചേച്ചിയെ കാണണം. എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. മാത്രമല്ല എൻ്റെ ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? അത് ഞാൻ ബൈജുവിൻ്റെ കയ്യിൽ കൊടുത്തയച്ചോളാം. വേണ്ട, ബബിത പിണക്കത്തിൽ പറയുന്നുണ്ട്. മോളൂ, വേണ്ട, നീ വേണം അമ്മയൊന്ന് മയപ്പെടുത്താൻ. ഇപ്പോൾ നിനക്കതിന് കഴിയും. നിനക്കതിനുള്ള ക്ഷമയും പാകതയും ബുദ്ധിയുമെല്ലാം വേണ്ടുവോളം ഉണ്ട്. അമ്മ ഇപ്പം എന്നെ വിളിച്ചുകൊണ്ട് പോണത് എന്തിനാണെന്ന് എനിക്കറിയാം. അമ്മയുടെ രഹസ്യങ്ങളൊന്നും പപ്പയിൽ നിന്ന് ഞാൻ അറിയാൻ ഇടയാകരുത്. ആയിക്കോട്ടെ, പക്ഷെ നിനക്ക് അമ്മയുടെ മനസ്സിലെ മഞ്ഞുരുക്കാൻ പറ്റും. ഞാൻ പോയ അമ്മയുടെ അടുത്ത് എല്ലാ കാര്യം തുറന്നു പറയും. അങ്ങനൊന്നും നീ ചെയ്യില്ലെന്ന് എനിക്കറിയാം. ബബിത മിണ്ടാതെ നിൽക്കാണ്. ബബിതേ, നീ പോ ബബിതേ എന്ന് സ്നേഹത്തോടെ പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ പപ്പയെന്ന് വിളിക്കട്ടെ. സ്റ്റാൻലി ബാൽക്കണിയിൽ വെളിയിൽ ടെറസിലൂടെ കൈകൾ പിന്നിൽ കിട്ടി നടക്കുകയായിരുന്നു. അപ്പോഴാണ് അലിയുടെ കോൾ. പപ്പ ബബിത ഇപ്പോൾ വിളിച്ചിരുന്നു. അവളെല്ലാം പറഞ്ഞു. പപ്പ താഴേക്കൊന്ന് ഇറങ്ങിച്ചെല്ലോ. എന്തിന്? നിങ്ങൾ തമ്മിലൊന്ന് കാണണം. അമ്മയുടെ അടുത്ത് എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കണം. അമ്മയുടെ മനസ്സൊന്ന് അലിയട്ടെ, പപ്പയുടേതും. അതുകൊണ്ട് എന്താ ഗുണം? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു. ഒന്നും തിരിച്ചെടുക്കാനോ തിരുത്താനോ പറ്റില്ല. ഒന്നുമില്ലെങ്കിലും സ്നേഹത്തോടെ ഒരു 2 വാക്ക് ഒന്നും തിരികെ കൊണ്ടുവരാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പപ്പ ഇന്ന് സംസാരിക്ക്. പപ്പയ്ക്ക് തിരിച്ചറിയാൻ സാധിക്കും കൊടുങ്കാറ്റടങ്ങുന്നത് പോലെ മനസ്സ് ശാന്തമാവുന്നത്. നിനക്കവിടെ വേറെ പണിയൊന്നുമില്ലേ? സ്റ്റാൻലി ദേഷ്യത്തോടെ ചോദിക്കാണ്. പപ്പ പ്ലീസ്, എന്നെ പ്രസവിച്ച അമ്മയല്ലേ അത്? പപ്പയുടെ മോളല്ലേ ഞാൻ? നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഞാനാണ് നിങ്ങൾക്കിടയിലുള്ളത്. ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ പപ്പ. സ്റ്റാൻലി നിശ്ചയദാർത്ഥത്തിൽ തല വെട്ടിച്ചെങ്കിലും ഒന്നും മിണ്ടാ നിൽക്കാണ്. പപ്പ, എനിക്ക് വേണ്ടി പപ്പ ഒന്നും മിണ്ടണ്ട. വെറുതെ ഇറങ്ങിച്ചെന്നാൽ മാത്രം മതി. അലിന കെഞ്ചി പറയാണ്. നീ ഫോൺ വയ്ക്ക്. സ്റ്റാൻലി കോൾ കട്ട് ചെയ്തു. എന്നിട്ട് പിന്തിരിഞ്ഞപ്പോൾ വാതിലിനപ്പുറത്ത് ബബിത. പാപ്പ, ഞാൻ അമ്മയുടെ കൂടെ പൊയ്ക്കോട്ടെ? അതെന്താ എത്ര പെട്ടെന്ന്? എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതല്ലേ? അലിനോട് ചോദിച്ചോ? ചേച്ചി പറഞ്ഞു അമ്മ അനുസരിക്കണമെന്ന്. ഓ, അത് ശരി. അപ്പോൾ കൊളത്തുപ്പുഴയ്ക്ക് ഇനി വരുന്നില്ലല്ലേ? വരും. ചേച്ചിയെപ്പോലെ തന്നെയാ ഞാനും. എനിക്കും അച്ഛനുണ്ട്, പപ്പയുണ്ട്. ബബിതയുടെ കണ്ണു നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. സ്റ്റാൻലിക്ക് വല്ലായ്മയായി. തനിക്ക് പിറക്കാൻ ആഗ്രഹിച്ച മകൾ എന്ന് അവളോട് പറഞ്ഞത് വെറുതെ അല്ല.
താൻ ഒരിക്കൽ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു, അമ്മയെപ്പോലെ തന്നെ സുന്ദരിയായ ഒരു മകൾ ജനിക്കാൻ. ഭവിതയെ ആദ്യം കണ്ടപ്പോൾ അത് ഓർമ്മ വന്നു. അമ്മയെപ്പോലെ തന്നെ, പക്ഷെ അച്ഛൻ താനല്ലെന്നൊരു നിരാശ ബാക്കിയായി. ഇപ്പോൾ അതും മറഞ്ഞു. സ്വന്തം അച്ഛനെ പോലെ തന്നെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഈ പെൺഗ്രാവിന് മുമ്പിൽ ജന്മബന്ധമെന്ന സ്വാർത്ഥതയ്ക്ക് എന്തർത്ഥം? പപ്പ എന്നെ നല്ലപോലെ നോക്കി. ഇങ്ങനൊരു കേസ് വന്നപ്പോൾ എനിക്കത് ശരിക്കും മനസ്സിലായത്. താങ്ക് യു പപ്പ. കണ്ണു തുടയ്ക്ക്, സ്റ്റാൻലി പറഞ്ഞു. ബബിത കണ്ണീര് തുടച്ചു. പോയിട്ട് വാ. ഇനി ഞാനോ അലീനയോ ക്ഷണിക്കണ്ടല്ലോ. നിന്റെയും കൂടി വീടല്ലേ. പപ്പ വരുന്നുണ്ട് താഴേക്ക്, ബബിത ചോദിച്ചു. സ്റ്റാൻലി 2 നിമിഷം ആലോചിച്ചു വന്നു. എന്നിട്ട് ബാൽക്കണിയിലേക്ക് നടന്നു. ബബിത പറയാൻ കാത്തിരിക്കുകയായിരുന്നു വൈജയന്തി. സ്റ്റാൻലിയാണ് ആദ്യം സ്റ്റെയർ കേസ് ഇറങ്ങിയത്. തൊട്ടു പിന്നാലെ ബബിതയും സ്റ്റെപ്പുകൾ ഇറങ്ങി. സ്റ്റാൻലി രംഗത്തേക്ക് വരുമെന്നൊരു ധാരണ ഇല്ലാതിരുന്നതിനാൽ മാമച്ചൻ അല്പം പതറി. എങ്കിലും അയാൾ അത് സമർത്ഥമായി മറച്ചു. വൈജയന്തി ശിവനോട് നേർക്ക് അല്പം തിരിഞ്ഞിരുന്നു. സ്റ്റാൻലി അബദ്ധത്തിൽ പോലും അഭിമുഖീകരിക്കേണ്ടി വരരുത്. സ്റ്റാൻലി താഴേക്കെത്തി. ബബിതയും അമ്മേ, ബബിത വിളിച്ചു. വൈജയന്തിക്ക് മുഖം തിരിച്ച് നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ചേച്ചിയോട് പറഞ്ഞു അമ്മയോട് പോയിക്കൊള്ളാൻ. ചേച്ചി സമ്മതിച്ചു. വേഗം റെഡിയായിട്ട് കാറിലോട്ട് വന്നേക്ക്. വൈജയന്തി എഴുന്നേറ്റു. ഇറങ്ങിപ്പോയി കാറിലിരിക്കാനായിരുന്നു ഉദ്ദേശം. അങ്കിൾ, ബബിത വിളിച്ചു. എന്നിട്ട് സ്റ്റാൻലിയുടെ നേർക്ക് കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടിക്കൊണ്ട് പറഞ്ഞു, ഇത് സ്റ്റാൻലി പപ്പ. ഇദ്ദേഹത്തെയാണ് ഹോട്ടൽ വെച്ച് എൻ്റെ കൂടെ അമ്മ കണ്ടത്. ശിവൻ ഉൾക്കടലത്തോടെ സ്റ്റാൻലിയെ നോക്കി. സ്റ്റാൻലി ജോസഫ് 23 വർഷം മുമ്പ് കൊല്ലപ്പള്ളി കൈതക്കൽ വീട്ടിലിരുന്ന് വൈജയന്തിയെ കാണുമെന്ന് ആവശ്യപ്പെട്ട ചെറുപ്പക്കാരൻ്റെ മുഖവും ഈ മുഖവും തമ്മിൽ എന്തുമാത്രം അന്തരം. അന്ന് വൈജയന്തി ഗംഗേട്ടനോടൊപ്പം ഡൽഹിയിലെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിലായിരുന്നുവെന്ന് ശിവൻ ഓർത്തു. നിനക്ക് ഞാൻ കൈതക്കൽ മാളിക വീട്ടിൽ പെണ്ണില്ല. ഇനി 7 തലമുറ കഴിയണം അങ്ങനെ ഒരു ജന്മം വരാൻ. അവഹേളിച്ചാണ് തിരിച്ചയച്ചത്. ഇന്ന് അതേ സ്റ്റാൻലി ജോസഫ് തന്റെ മുമ്പിൽ വൈജയന്തിയുടെ മുമ്പിൽ. രംഗം വഷളായേക്കുമെന്ന് ശിവന് ഭയപ്പെട്ടു. സ്റ്റാൻലി ശിവന്റെ അടുത്തേക്ക് ചെന്നു. ഐ ആം സ്റ്റാൻലി ജോസഫ്. പുനലൂരിൽ കൊട്ടാരമട്ടത്തിൽ എന്ന് പറയും വീട്ടുപേര്. സ്റ്റാൻലി പറഞ്ഞു. ഞാൻ ശിവശങ്കര മേനോൻ. അയാൾ വെക്കി പറയാണ്. പാലായിലാണ് വീടല്ലേ? അതെ, പാലായിൽ ഞാൻ വന്നിട്ടുണ്ട്. 23 വർഷം മുമ്പ് ഒരു കല്യാണാലോചനയ്ക്ക് വന്നതാണ്. അത് നടന്നില്ല, സ്റ്റാൻലി പറഞ്ഞു. ശിവൻ വീർപ്പടക്കി. മിസ്റ്റർ സ്റ്റാൻലി എന്ത് ചെയ്യുന്നു? അയാൾ വിഷയം മാറ്റാൻ ചോദിക്കുകയാണ്. ഞാൻ ആർമിയിലായിരുന്നു. ഇപ്പോൾ കുറച്ച് കൃഷിയൊക്കെയായിട്ട് വീട്ടിൽ തന്നെയാണ്. മിസ്റ്റർ മേനോനോ? ഞാനും വീട്ടിൽ തന്നെ. മുമ്പ് ഗൾഫിലായിരുന്നു. ഭാര്യയായിരിക്കും അല്ലേ? വൈജയുടെ നേർക്ക് ഒന്ന് നോക്കിയിട്ട് സ്റ്റാൻലി ചോദിക്കുകയാണ്. അല്ല, എൻ്റെ സഹോദരിയാണ് പപ്പ. അതെൻ്റെ അമ്മയാ, ബബിത പറഞ്ഞു. ഓ ഐ സി. എന്നിട്ടെന്താ നീ പരിചയപ്പെടുത്താത്തത്? ഞാൻ ഓർത്തു പപ്പയ്ക്ക് മനസ്സിലായി കാണുമെന്ന്. ബബിത പറഞ്ഞു. ഒരു പേരെന്നോട് പറഞ്ഞിരുന്നല്ലോ മോളെ, ഞാനത് മറന്നുപോയി. സ്റ്റാൻലി നെറ്റിതുളിച്ച് ഓർക്കാൻ ശ്രമിച്ചു. വൈജയന്തി, ബബിത പറഞ്ഞു. ഓ അത് തന്നെ. സ്റ്റാൻലി വൈജയന്തിയുടെ നേർക്ക് നാടകീയമായി തിരിഞ്ഞു. മിസ്സസ് വൈജയന്തി എന്തു ചെയ്യുന്നു? ഞാനൊരു കോളേജ് അധ്യാപികയാണ്. സോറി, നോവലിലെ കോളേജ് അധ്യാപികയാണ്. എന്നാൽ നേരിട്ട് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയാണല്ലോ. മുഖത്ത് നോക്കാതെ ശ്വാസം പിടിച്ച് വൈജയന്തി പറഞ്ഞു. വെരി ഗുഡ്. ടീച്ചിങ് ആയിരുന്നു ബബിതയുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ. അതെ. വെൽ, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ബിസിനസ്. എത്ര കുട്ടികളുണ്ട്? 3 പേർ. എനിക്ക് 3 അല്ല 4 മക്കളുണ്ട്. എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം. ബബിത പറഞ്ഞ് കുറേയൊക്കെ അറിയാം. അവൾ നല്ല കുട്ടിയാണ്. ഇങ്ങനൊരു മകൾക്ക് വേണ്ടിയാണ് അച്ഛനമ്മമാർ കൊതിക്കുന്നത്. സ്റ്റാൻലി പറഞ്ഞു നിർത്തി. ബബിത ആശ്ചര്യത്തോടെ നിൽക്കാണ്. മാമച്ചനും ഗ്രേസമ്മയും അലസമായി അങ്ങിങ്ങ് നോക്കി. തങ്ങളുടെ നോട്ടം പാളിപ്പോയാൽ ഇപ്പോൾ സംസാരിക്കപ്പെട്ട വാക്കുകളുടെ അർത്ഥം മാറുമോ എന്ന് അവർക്കറിയായിരുന്നു. മോളെ കൂട്ടിക്കൊണ്ടാൻ വന്നതാണല്ലേ? ശരി, നടക്കട്ടെ. സ്റ്റാൻലി പിന്നെ നിന്നില്ല. ഒരു സൈനികന്റെ ചടുലമായ ചുവടുവയ്പ്പുകളോടെ അയാൾ കോണിപ്പടി കയറാൻ തുടങ്ങി. വൈജയന്തിക്ക് ശ്വാസം വീണ്ടു കിട്ടി. ശിവൻ മേനോൻ ആശ്വാസത്തോടെ നിർവേർപ്പയച്ചു. കൂടുതൽ സംസാരമൊന്നും ഉണ്ടായില്ല. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. ബബിത രേവതിക്കുട്ടിയുടെ മുറിയിലേക്ക് ഓടി. അവിടെ എത്തിയതും അവൾ വാതിലടച്ച് അലിനെ വിളിച്ചു. ചേച്ചി, ആ കൂടിക്കാഴ്ച ഗംഭീരമായിട്ട് നടന്നു. അവളത് വിവരിച്ച് കേൾപ്പിച്ചു. എന്നിട്ട് കൂട്ടിച്ചേർത്തു. ഇക്കൊല്ലത്തെ ഏറ്റവും മികച്ച നടനുള്ള ഓസ്കാർ പപ്പയ്ക്ക് തന്നെ. മികച്ച നടി അമ്മ. മറുവശത്തുനിന്ന് ശബ്ദമില്ല. ചേച്ചി ആ രംഗം മനസ്സിൽ കാണുകയായിരിക്കുമെന്ന് അവൾ ഊഹിച്ചു. എന്താ ചേച്ചി മിണ്ടാത്തെ? ഞാനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോയി. ഞാൻ പിന്നെ വിളിക്കാവേ, ഉടനെ പോണം. ബബിത ഡ്രസ്സ് മാറി താഴേക്ക് ഇറങ്ങുമ്പോഴേക്കും ശിവൻ വൈജയന്തിയും കാറിൽ കയറി കഴിഞ്ഞു. മാമച്ചനും ഗ്രേസും രേവതിക്കുട്ടിയും ചിന്നമോളും അവരെ യാത്രയക്കാനായി കാറിൽ നിൽപ്പുണ്ട്. ബബിത എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി. കാർ നീങ്ങുമ്പോൾ വൈജയന്തി ഒരു കാഴ്ച കണ്ടു. ടെറസിൽ സന്ധ്യാകാശത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കി നിൽക്കുന്ന സ്റ്റാൻലി. വൈജയന്തി അബദ്ധം പിണഞ്ഞ പോലെ നോട്ടം മാറ്റി കാറിന്റെ ചില്ലുയർത്തി. കാർ ഓടിക്കൊണ്ടിരുന്നു. വലിയ വേഗതയൊന്നുമില്ല.
ബബിത ശിവനെ നോക്കിയിട്ട് പറഞ്ഞു. അങ്കിൾ ഗാഢമായ ചിന്തയിലാണെന്ന് തോന്നി. അമ്മയുടെ മുഖത്തെ ദേഷ്യവും ആ ഒരു സ്തംഭനമൊന്നും ഇതുവരെ മാറിയിട്ടില്ല. ഇതെന്താ ആരൊന്നും മിണ്ടാത്തത്? നമ്മൾ മരണ വീട്ടിലേക്ക് ഒന്നും പോവുകയല്ലോ? ബബിത ചോദിച്ചു. ശിവൻ തലചേരിച്ച് ഒന്ന് നോക്കിയിട്ട് വീണ്ടും ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചു. അങ്കിളെ പാട്ട് വയ്ക്ക്. ശിവൻ മനസ്സിലോടെ പാട്ട് വെച്ചു. പകുതിയായപ്പോ വഴി ചോദിച്ചു, ഒന്ന് നിർത്താവോ? മനസ്സിന് സ്വസ്ഥത വേണ്ടേ? ശിവൻ പാട്ട് നിർത്തി. അമ്മയ്ക്ക് എന്താ ഇത്രയുള്ള ടെൻഷൻ? ബബിത ചോദിക്കാണ്. ഞാൻ കൂടെ പോകുന്നില്ലേ, പിന്നെ എന്താ? ടെൻഷനായിട്ടാണോ? പാട്ടാണെങ്കിൽ വേണ്ടില്ല, കൂത്ത്. ബബിത തർക്കിക്കാൻ പോയില്ല. മുമ്പാണെങ്കിൽ അവൾ അങ്ങനെ വിട്ടുകൊടുക്കില്ലായിരുന്നു. അല്പം കഴിഞ്ഞ് വൈജയന്തി ചോദിച്ചു, നീ എത്ര ദിവസമായി എറണാകുളത്ത് വന്നിട്ട്? അമ്മേനെ ഹോട്ടലിൽ കണ്ടില്ലേ, അന്ന് വന്നതാ. അന്നൊരൊറ്റ ദിവസം കൊണ്ട് നീ സ്റ്റാൻലിയുമായി അത്രയ്ക്ക് പരിചയത്തിലായോ? അപ്പോഴാണ് ബബിതയ്ക്ക് തന്റെ അബദ്ധം മനസ്സിലായത്. 2 ദിവസം കൂടി കൂട്ടിപ്പറയേണ്ടതായിരുന്നു. അമ്മയുടെ ചോദ്യങ്ങൾ അർത്ഥഗർഭമാണ്. സൂക്ഷിച്ച് അവൾ തനിക്ക് തന്നെ മുന്നറിയിപ്പ് നൽകി. സ്റ്റാൻലി പപ്പ എനിക്ക് അതിനു മുമ്പ് പരിചയമുണ്ട്. വൈജയന്തിയുടെ നെഞ്ചിലൊരു ഇടിമിന്നൽ വെട്ടി. സ്റ്റാൻലി പപ്പയോ? നീ അങ്കിളെന്നല്ലേ വിളിക്കുന്നത്? പിന്നെ പപ്പയെന്ന് വിളിക്കുന്നതിന്റെ കാരണം എന്താ? അതിന് പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ? സ്റ്റാൻലി നിന്നോട് പറഞ്ഞോ അങ്ങനെ വിളിക്കാൻ? പറഞ്ഞല്ലെന്ന തെറ്റ്? പറഞ്ഞോന്ന് ചോദിച്ചത്. ചേച്ചി സ്റ്റാൻലി പപ്പയെന്നല്ലേ വിളിക്കുന്നത്? അത് കേട്ട് ഞാനും അതുപോലെ വിളിച്ചു. നെഞ്ചിലെ കൊളുത്ത് ഒന്നയഞ്ഞു. വൈജയന്തി ഒന്ന് ദീർഘശ്വാസം അയച്ചു. അവൾ അങ്ങനെ വിളിച്ചു എന്ന് വെച്ച് നീയും അങ്ങനെ വിളിക്കണമെന്നുണ്ടോ? പിന്നെ എങ്ങനെ വിളിക്കും? സ്റ്റാൻലി അങ്കിൾ എന്നല്ലേ നീ ഫോൺ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്? അത് അങ്കിളിന് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറഞ്ഞതാ. ബബിത പറയുന്നുണ്ട്. ഞാൻ എങ്ങനെ വിളിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അമ്മേ? എൻ്റെ അച്ഛൻ്റെ പ്രായമില്ലേ? വൈജയന്തി അല്പം ഒന്ന് പതറി. പിന്നെ വിശദീകരണം നൽകി. അലീനെ പോലാണോ നീ? അവൾക്ക് ആരെയും എന്തും വിളിക്കാം. അനാഥാലയത്തിൽ നിന്ന് ചാടിപ്പോന്നവളാ. തന്തയും തള്ളയും കൂടപ്പിറപ്പുകളും ഇല്ലാത്തവളാ. കുടുംബം, അന്തസ്, ആഭിജാത്യം ഇതൊക്കെ എന്താണെന്ന് പോലും അവൾക്കറിയത്തില്ല. വീണിടം വിഷ്ണുലോകം. പക്ഷെ നീയോ അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ചവളാ. അനാഥാലയത്തിൽ നിന്ന് തെണ്ടിത്തിരിഞ്ഞു വന്ന ഒരു വീട്ടുവേലക്കാരി പെരുമാറുന്നത് പോലെയാണോ നീ പെരുമാറേണ്ടത്? അലീന ചേച്ചി ഇപ്പം വീട്ടുവേലക്കാരല്ലല്ലോ. ആയിരുന്നോ? നമ്മുടെ വീട്ടിലായിരുന്നപ്പോഴല്ലേ. പക്ഷേ ഒരു വീട്ടുവേലക്കാരുടെ സ്ഥാനമായിരുന്നോ ചേച്ചിക്ക്? എനിക്കും രോഹിണിനുമൊക്കെ സ്വന്തം ചേച്ചിയെ പോലെയായിരുന്നു അലീന ചേച്ചി. അച്ഛനാണെങ്കിൽ സ്വന്തം മോളെപ്പോലെ. വൈജയന്തി പല്ലു ഞെരിച്ചു. എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. സത്യമായിട്ടും അങ്ങനെയായിരുന്നു അമ്മേ. ഇനിയെങ്കിലും അമ്മ വിശ്വസിക്കണം. ഞാൻ അമ്മയുടെ മോളല്ലേ, എൻ്റെ അച്ഛൻ്റെ മോളല്ലേ. അത് സത്യമാണെന്ന് അമ്മയ്ക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇതും വിശ്വസിക്കണം. അച്ഛനെ മോളെ പോലെയാണ് അലീന ചേച്ചി. ഇക്കാര്യത്തിൽ അമ്മ എന്നോട് തർക്കിക്കരുത്. എനിക്ക് സഹിക്കാൻ പറ്റില്ല. അവൾ നിന്റെയൊക്കെ കണ്ണു കെട്ടിയിട്ട്. ജയന്തി, ശിവൻ വിളിച്ചു. വൈജയന്തി പറഞ്ഞു വന്നത് മുഴുമിപ്പിക്കാൻ നിർത്തി. അലീന ചേച്ചി എന്നെ നല്ലതേ പഠിപ്പിച്ചിട്ടുള്ളൂ, നല്ലതേ ശീലിപ്പിച്ചിട്ടുള്ളൂ. ചേച്ചിയുടെ ജീവിതം പാഠപുസ്തകമാക്കി വെച്ചിരിക്കുന്നവളാ ഞാൻ. അതുപോലെ ജീവിക്കാനുള്ള ശക്തി തരണേന്ന എൻ്റെ പ്രാർത്ഥന. ബബിത പറയാണ്. എന്നുവെച്ച് അയാളെ പപ്പയെന്ന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ദുസ്വാതന്ത്ര്യമാണത്. ശിവൻ ശാസനസ്വരത്തിൽ പറഞ്ഞു. എന്താ തെറ്റ് അങ്കിൾ പറ. ഞാൻ പപ്പയെന്ന് വിളിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. പപ്പയുടെ മുഖത്തും ആ സന്തോഷവും വാത്സല്യവും ഞാൻ കണ്ടിട്ടുണ്ട്. സ്വന്തം മോളെന്ന പോലെയാ എന്നോട് പെരുമാറുന്നത്. ആയിരിക്കും, പക്ഷെ അന്യരെ നമ്മൾ കണ്ണുമടച്ച് വിശ്വസിക്കരുത്. ഒരു തവണ കൈ പൊള്ളിയവളാ നീ. ആളുകളെല്ലാവരും നമ്മൾ പുറമേ കാണുന്ന പോലെയല്ല. അത് എനിക്ക് മനസ്സിലാക്കി തന്നത് ചേച്ചിയാണ്. ആരും പുറമേ കാണുന്നത് പോലെ അല്ലെന്ന്. വൈജയന്തി മുഖം തിരിച്ച് മകളെ നോക്കി. അവളുടെ വാക്കുകൾക്ക് അക്ഷരങ്ങൾക്കിടയിലും അർത്ഥമുണ്ടോ? കുത്തും കോമയും ആശ്ചര്യചിഹ്നങ്ങളുമുണ്ടോ? മാമച്ചന്റെ ആരാണ് സ്റ്റാൻലി? വൈജയന്തി ശാന്തസ്വരത്തിൽ ചോദിച്ചു. അതെനിക്കറിയില്ല. റിലേറ്റീവ് ആണെന്ന് മാത്രമേ അറിയുള്ളൂ. അലീനയ്ക്ക് എങ്ങനെയാണ് സ്റ്റാൻലിയുമായി പരിചയം? സ്റ്റാൻലിയുടെ കീഴിലാണ് അലീന ചേച്ചി ഇപ്പം ജോലി ചെയ്യുന്നത്. വീണ്ടും നെഞ്ചിലൊരു മിന്നിപ്പിടുത്തം. ബാലേട്ടനല്ലേ അലീനയെ കടപ്പാരുടെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോയതും അവിടേക്ക് മാറ്റി പാർപ്പിച്ചതും? അത് സ്റ്റാൻലി ജോസഫിന്റെ അടുത്തേക്കായിരുന്നോ? സ്റ്റാൻലിയുടെ കീഴിൽ എന്ത് ജോലിയാ അലീനയ്ക്ക്? ശിവൻ ചോദിച്ചു. തസ്തികയൊന്നും എനിക്കറിയില്ല. സ്റ്റാൻലി പപ്പയുടെ മാനേജറും പ്രൈവറ്റ് സെക്രട്ടറിയും സൂപ്രണ്ടും ക്യാഷ്യറും സെർവന്റും കണക്കപ്പിള്ളയും എല്ലാം ചേച്ചിയാണെന്ന് വേണമെങ്കിൽ പറയാം. അവൾക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ എന്താണുള്ളത്? വൈജയന്തി ചോദിക്കാണ്. ഒരു വീട്ടുജോലിക്കാരെ നിന്നവളെ, അതും അനാഥാലയത്തിൽ നിന്ന് വന്നവളെ, ഇത്ര വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കണമെങ്കിൽ അതിന് പുറകിൽ എന്തെങ്കിലും കള്ളക്കളി കാണാമല്ലോ. എന്തെങ്കിലും കള്ളക്കളി കാണുമായിരിക്കും. ബബിത അർത്ഥഗർഭമായി പറഞ്ഞു. അവൾ എങ്ങനെ ആളുകളെ വശീകരിച്ചെടുക്കുന്നു? നമുക്കൊരു സാമാന്യ യുക്തിയില്ലേ? അവൾ പപ്പയെന്ന് വിളിച്ചാൽ അയാൾ അവളുടെ പപ്പയാവോ? അച്ഛനെന്ന് വിളിച്ചാൽ അച്ഛനാകുമോ? ആകും, ബബിത പറഞ്ഞു. എങ്ങനെ? എനിക്ക് മനസ്സിലാക്കി താ. ആ വിളി അവൾക്കൊരു മറ മാത്രമാണ്.
കേൾക്കുമ്പോൾ സംശയിക്കില്ലല്ലോ. ജയന്തി, നീ സംസാരിക്കണ്ട, ശിവൻ ഇടപെട്ടു. ആ ആട്ടെ, മോൾ അവിടെ എവിടെയാ താമസിക്കുന്നത് പറ. ജോലി സ്ഥലത്ത് തന്നെയാ, അവിടെ റൂമുണ്ട്. വീടോ ഹോസ്റ്റലോ? വീടിന്റെ പോർഷൻ. അവിടുത്തെ ഏറ്റവും വലിയ മുറിയിലാ ചേച്ചി താമസിക്കുന്നത്. റെന്റ് കൊടുക്കണോ? വേണ്ട. ഫുഡും അക്കോമഡേഷനും ഒക്കെ ഫ്രീയാ. നിനക്കോ? ഞാൻ ജോലിക്കാരില്ലല്ലോ, എനിക്ക് ഫ്രീ ആയിരുന്നു. ഞാൻ ചേച്ചിയുടെ ഗസ്റ്റ് അല്ലായിരുന്നോ? അയാളുടെ കൂടെ ഹാരിന്ന് താമസിച്ചാലും ഒരാളും ചോദിക്കാനില്ലേ? അയൽ ചേച്ചിയാണ് അഡ്മിനിസ്ട്രേറ്റർ. പിന്നെ ഒരു ചോദിക്കാൻ ആരാ ഉള്ളത്? അവിടെ ഉള്ളവർക്ക് വല്ലതും ചെയ്യണമെങ്കിൽ ചേച്ചിയോട് അനുവാദം ചോദിക്കണം. ശിവേട്ടാ, അവൾക്കതിനുള്ള എന്ത് യോഗ്യതയുള്ളത്? ഞാൻ അതാണ് ചോദിക്കുന്നത്. നിന്റെ മമ്മിയുടെ ചോദ്യം ന്യായം. പ്രധാനമന്ത്രിയാകാൻ തലയിലെടുത്തുള്ള ഒരാളുടെ തലയിൽ പ്യൂണിന്റെ തൊപ്പി വെച്ചാൽ ഇരിക്കോ? സമ്മതിച്ചു. ആരാ അവക്ക് അങ്ങനെ ഒരു ജോലി വാങ്ങി കൊടുത്തത്? ബൈജന്റെ ഇടക്കേറി ചോദിക്കാണ്. ഇതൊരു അപകടം പിടിച്ച ചോദ്യമാണെന്ന് ബബിതയ്ക്ക് മനസ്സിലായി. എനിക്കിതിനെപ്പറ്റി അറിയില്ല. മാമച്ചനങ്ങൾ അറിയായിരിക്കും. വൈജന്തിക്ക് അത് കേട്ടപ്പോൾ ഒരാശ്വാസമായി. നിങ്ങൾ എവിടെ താമസിച്ചുകൊണ്ടിരുന്നത്? പ്രോപ്പർ സ്ഥലപ്പേരാണ് ഞാൻ ഉദ്ദേശിച്ചത്, ശിവൻ ചോദിച്ചു. അത് മാത്രം പറയാൻ പറ്റില്ല. പറയരുതെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. വൈജന്ത സ്വരത്തിൽ പരിഹാസധ്വനി കലർന്നു. ഒവ്വ്, പറഞ്ഞിട്ടുണ്ട്. അലിന ചേച്ചി അവിടെങ്ങാനും ജീവിച്ചു പോയിക്കോട്ടെ. എന്തിനാ വെറുതെ അവിടെ ചെന്ന് ശല്യപ്പെടുത്തുന്നത്? സ്റ്റാൻലി പൊന്നൂരാണെന്നല്ലേ പറഞ്ഞത്? അതെ, കൊട്ടാരമറ്റം. അവിടെ ചെന്ന് അന്വേഷിച്ചാലും വിവരം കിട്ടുമല്ലോ. കൊളത്തുപുഴയിലാണെന്ന് അമ്മയ്ക്ക് അറിയാലോ, പിന്നെ എന്തിനാ അതൊക്കെ ചോദിക്കുന്നത് എന്ന് അവൾ ചോദിക്കാണ്. വൈജ പറയാണ്, ഒന്നുകിൽ മക്കൾ അച്ഛൻ്റെ കൂടെ താമസിക്കണം, അല്ലെങ്കിൽ അമ്മയുടെ കൂടെ. നീ എറണാകുളത്തെ ഏതോ ഒരു അന്യ വീട്ടിൽ താമസിക്കുകയാണെന്ന് കേട്ടപ്പോൾ അതൊട്ടും ശരിയില്ലെന്ന് തോന്നി. അതുവരെ ഞാൻ എവിടെയാണെന്ന് പോലും അങ്കിൾ അന്വേഷിച്ചില്ലല്ലോ. അപ്പോഴും ഞാനൊരു അന്യ വീട്ടിലായിരുന്നു, അതും അമ്മ ഏറ്റവും വെറുക്കപ്പെടുന്ന അലിന ചേച്ചിയുടെ കൂടെ. അന്നേരം ഈ ചുമതലാബോധമൊന്നും കടമയും സ്നേഹമൊക്കെ എവിടെ ആയിരുന്നു? ഞാൻ പറഞ്ഞിട്ടാ നിന്റെ അമ്മ അന്വേഷിക്കാതിരുന്നത്. അലിനെ പറ്റി എനിക്ക് മോശമായ അഭിപ്രായമില്ല, ശിവൻ പറഞ്ഞു. ഓ, അത്രയും സന്തോഷം. പിന്നെ വൈജയന്തി ഒന്നും ചോദിച്ചില്ല. പൂരിപ്പിക്കാത്ത ചില കോളങ്ങൾ അവളുടെ മനസ്സിൽ ബാക്കി കിടപ്പുണ്ട്. അതിനു മുമ്പ് ശിവേട്ടനുമായി ഒരു ചർച്ച വേണമെന്ന് വൈജയന്തിക്ക് തോന്നി. കാർ പാലയിലെത്തിയപ്പോൾ 6 മണി കഴിഞ്ഞു. കൃഷ്ണ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ചേർന്നിട്ടുണ്ടായിരുന്നു. കാർ ഹോണടിച്ചപ്പോൾ അവൾ ഇറങ്ങി ചെന്ന് ഗേറ്റ് തുറന്നു. ശിവന്റെ കാർ മുറ്റത്തേക്ക് കയറി. ബബിത ആദ്യം ഡോർ തുറന്ന് ഇറങ്ങി. നടന്നു വരുന്ന കൃഷ്ണന്റെ അടുത്തേക്ക് ആഹ്ലാദത്തോട് ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. അവളുടെ ഇരുതോളിലും പിടിച്ച് തെല്ലെന്നകത്തി അടിമുടി നോക്കി. നീ ക്ഷീണിച്ചു പോയല്ലോടെ? കൃഷ്ണ തണുത്ത ആ ഒരു ആശ്ചര്യത്തോടെ ബബിതയെ നോക്കിക്കൊണ്ടിരുന്നു. ബബിതയിൽ നിന്ന് ഇത്ര സ്നേഹമായ പ്രകടനമൊന്നും അവൾ പ്രതീക്ഷയില്ല. അവൾക്ക് ഭയങ്കര നാണം തോന്നുകയാണ്. കൃഷ്ണയുടെ തോളത്ത് കൈയിട്ടുകൊണ്ടാണ് ബബിത സിറ്റൗട്ടിലേക്ക് കയറി ചെന്നത്. ശിവൻ സിറ്റൗട്ടിൽ ചുറ്റപ്പെട്ട് നിന്നു. ശിവേട്ടൻ കയറിയിരിക്കെ, ഞാനങ്ങ് പോയേക്കാം, ഇരിക്കാനൊന്നും നേരമില്ല. ഞാൻ ചായ ഇടാം. ഒന്നും വേണ്ട, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ടായിരുന്നു. വൈജയന്തി സ്വരം താഴ്ത്തി പറയാണ്. ഇപ്പൊ തന്നെ വേണോ? ഞാൻ നാളെയോ മറ്റന്നാളോ വരാം, അല്ലെങ്കിൽ നീ കൊല്ലപ്പള്ളിയിലോട്ട് വാ. എന്നാൽ ശിവേട്ടൻ ഗേറ്റിനടുത്തോട്ട് കാർ നീക്കിയിട്. ലിവിംഗ് റൂമിലേക്ക് തലകാട്ടി ബബിതയോടും കൃഷ്ണയോടും പോവുകയാണെന്ന് പറഞ്ഞ് ശിവശങ്കരൻ ഇറങ്ങി. കാർ മുട്ടത്തിട്ട് തിരിച്ച് ഗേറ്റിനടുത്തേക്ക് മാറ്റി നിർത്തി. വൈജയന്തി അങ്ങോട്ട് ചെന്നു. ശിവേട്ടൻ കാറിൽ നിന്ന് ഇറങ്ങണ്ട, വൈജയന്തി പറഞ്ഞു. ശിവൻ ചില്ലു താഴ്ത്തി വെച്ചിട്ട് വൈജയന്തിയോട് സംസാരിക്കുകയാണ്. നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ബബിത എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്നല്ല നിന്റെ സംശയം? അത് മാത്രമല്ല ശിവേട്ട, വേറെ പല കാര്യങ്ങളുണ്ട്. ശിവേട്ടന് ഒരു കാര്യം മനസ്സിലായോ? അലീന ഇപ്പോൾ സ്റ്റാലിനോടൊപ്പമാണ്. അതെനിക്ക് തീർച്ചയായി. അവൾ എങ്ങനെ സ്റ്റാലിയുടെ അടുക്കലെത്തി? ബാലട്ടൻ എത്തിച്ചു കൊടുത്താണോ? അങ്ങനെയാണെങ്കിൽ സ്റ്റാലിനും ബാലട്ടൻ തമ്മിൽ മുൻപരിചയമില്ലേ? എങ്ങനെ പരിചയപ്പെട്ടു? കേവലം യാദൃശ്യമായി പരിചയപ്പെട്ടു എന്നേ ഉള്ളോ? അതോ ബാലട്ടൻ എന്തെങ്കിലും അറിഞ്ഞിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണോ? സ്റ്റാലി ബാലട്ടനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ ഓർത്തിട്ട് എനിക്ക് ആദ്യ കയറാ. നീ വിചാരിക്കുന്നത് പോലെ ഒന്നും ഉണ്ടായിരിക്കണമെന്നില്ല ജയന്തി. എല്ലാം അറിഞ്ഞിട്ടാണോ ശിവേട്ട ബാലട്ടൻ എനിക്ക് എതിരെ യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തിരിക്കുന്നത്? ഇപ്പോഴെനിക്ക് സംശയം തോന്നുന്നു. ശിവൻ അറിയാമായിരുന്നു വൈജയന്തി സത്യത്തിന്റെ വിളിമ്പിലാണ് നിൽക്കുന്നതെന്ന്. എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബാലേന്ദ്രൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരുന്നുവെന്ന് പറയാനോ അറിയിക്കാനുള്ള ധൈര്യം അയാൾക്കുണ്ടായില്ല. നീ വെറുതെ സംശയിക്കുന്ന ജയന്തി. ഒന്നും ഞാൻ പറയാൻ ശിവേട്ട, ബാലേട്ടന്റെയും എന്റെ മക്കളുടെ മുമ്പിൽ തോറ്റു തലകുണിച്ച് നിൽക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്കിഷ്ടം. ശിവന്റെ മുഖമൊന്ന് വെള്ളതേട്ടോ. ഉഗ്രസ്ഫോടക ശക്തിയുള്ള ബോംബ് ബാലചന്ദ്രൻ ഏത് നിമിഷവും പൊട്ടിച്ചേക്കാമെന്ന് അയാൾക്കറിയാം. ഫാമിലി കോർട്ടിൽ വൈജയന്തിയുടെ കേസ് നടക്കുന്ന ദിവസങ്ങളിൽ ശിവൻ തീക്കല്ലിന് മീതെയാണ്. ഈ കേസവധിക്ക് അല്ലെങ്കിൽ അടുത്ത കേസവധിക്ക് എന്ത് സംഭവിച്ചേക്കാം എന്നാണ് പേടി. വൈജയന്തിയെ കൊണ്ട് ഡിവോഴ്സ് കേസ് പിൻവലിക്കാൻ ഗംഗാധരനും ആവുന്ന നോക്കി, പക്ഷെ ഒന്നും ഫലിച്ചില്ല. കടിച്ചു ചാവുന്ന നീറിനെ പോലെയാണ് വൈജയന്തി എന്ന് അയാൾക്കറിയാമായിരുന്നു.
ശിവേട്ടെന്താ ഒന്നും പറയാത്തേ? ഞാൻ പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസമില്ലല്ലോ. ബബിത എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അവൾ എപ്പോഴത്തെയും പോലെ ഹാപ്പിയാണ്. നല്ല പ്രസരിപ്പോടെ പെരുമാറുന്നു. ആ സൂയിസൈഡ് അറ്റംപ്റ്റിനു ശേഷം പാതിച്ചെത്ത നിലയിലായിരുന്നല്ലോ അവൾ. ജീവിക്കാൻ ഒട്ടും ആഗ്രഹിക്കാത്തതുപോലെ. ഇപ്പൊ നീ കണ്ടോ, അവളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറിയില്ലേ? എന്തൊക്കെ പറഞ്ഞാലും അതിന്റെ ഫുൾ മാർക്ക് അലീനയ്ക്കാണ്. നീ അവളോടുള്ള വെറുപ്പ് ഉപേക്ഷിക്കണം. പാലേട്ടനും അവളും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കതിൽ കൂടുതൽ തെളിവൊന്നും വേണ്ട. അത് നീ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലാവില്ല. അച്ഛനും മോളും എന്ന് സങ്കല്പിച്ചു നോക്ക്, അർത്ഥം മാറും. എന്ത് സങ്കല്പിക്കുന്നു? സത്യം അതാണെങ്കിൽ പോലും വെറുക്കപ്പെടേണ്ടവളാണ് അവൾ. അതല്ലെങ്കിൽ അടുക്കളക്കാരും ഗൃഹനാഥനും തമ്മിൽ കെട്ടിപ്പിടിക്കുന്നതിന്റെ ലോജിക്ക് മനസ്സിലാക്കാൻ എനിക്ക് ജന്മം പോരാ. നിന്നോട് എനിക്കൊന്നും പറയാനില്ല. ശിവൻ ഗിയറിന് മാറ്റിയിട്ട് വണ്ടി തിരിക്കാണ്. ശിവേട്ടനെന്താ ഇത്ര ധൃതി? നിന്നോട് സംസാരിച്ച് പിണങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചാ വേറെന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? ശിവേട്ട, അലീന എവിടെയാണെന്ന് അന്വേഷിക്കണ്ടേ? എന്തിന്? എനിക്ക് മനസ്സമാധാനത്തിന് വേണ്ടിയെങ്കിലും. നിന്റെ മനസ്സമാധാനം ആരെങ്കിലും കെടുത്തിയോ? സ്റ്റാൻലി പോലും എത്ര ഡീസൻ്റായിട്ടാണ് പെരുമാറിയത്. ഞാൻ കരുതി അയാളെല്ലാം കുളവാക്കുമെന്ന്. നിന്നെ വഴിവെക്കിൽ വെച്ച് പോലും കണ്ടുള്ളതായിട്ട് ഭാവിച്ചു അയാൾ ഇല്ലല്ലോ. ബബിതയും ഒന്നും അറിഞ്ഞിട്ടില്ല. അതിനർത്ഥം അലീനയോടും സ്റ്റാൻലി ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് തന്നെയാ. പക്ഷെ സ്റ്റാൻലിക്ക് അറിയാലോ അലീന എൻ്റെ ജോലിക്കാരിയായിരുന്നെന്നും ബബിത എൻ്റെ മോളാണെന്നൊക്കെ. അറിഞ്ഞാൽ എന്താ കുഴപ്പം? അലീന സ്റ്റാൻലി പപ്പ എന്ന് വിളിക്കണമെങ്കിൽ അവർ തമ്മിലുള്ള അടുപ്പം ഊഹിക്കാമല്ലോ. ആ അടുപ്പം സ്റ്റാൻലിയെ കൊണ്ട് പറയിക്കാതിരിക്കുമോ പഴയ കാര്യങ്ങൾ? ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന ബന്ധം ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും പറയും. ഇപ്പോൾ അത് പറയാൻ ഒരു കാരണമായി. ഞങ്ങൾ തമ്മിൽ മാമച്ചൻ്റെ വീട്ടിൽ വെച്ച് കണ്ടുമുട്ടിയല്ലോ. ബബിത പറഞ്ഞു വെച്ച് നോക്കിയാൽ സ്റ്റാൻലിയെ അവൾ വശീകരിച്ചെടുത്തു കഴിഞ്ഞു. അല്ലെങ്കിൽ ഒരു വീട്ടുജോലിക്കാരിക്ക് എത്രത്തോളം എത്താൻ കഴിയുമെന്ന് നമുക്കറിയാലോ. മനുഷ്യർ നീ വില കുറച്ച് കാണുന്നത് ജയന്തി ആരെയും. ശിവേട്ടാ. വൈകിയെന്ന് ചുറ്റും നോക്കിയിട്ട് സ്വരം താഴ്ത്തി പറഞ്ഞു. ഞാനും സ്റ്റാലിനും തമ്മിലുണ്ടായിരുന്ന ബന്ധം അലീന അറിഞ്ഞാൽ അത് ബബിത അറിയും, രോഹിത് അറിയും, ബാലനോടും അവൾ പറയും. ശരി, അത് തടയാൻ നിനക്ക് പറ്റുമോ? തടയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഞാൻ ജീവിച്ചിരിക്കണോ വേണ്ടയോ എന്നതാണ്. എനിക്കിപ്പോൾ ബലമായ സംശയമുണ്ട്. ബാലട്ടൻ തന്നെയാണോ സ്റ്റാലിയെ കണ്ടുപിടിച്ചതെന്നും അലീനെ തൽക്കാലം അവിടേക്ക് മാറ്റിയതെന്നും. വൈജയന്തി ഇപ്പറഞ്ഞ സത്യമാണെന്ന് തന്നെ ശിവൻ അറിയാം. അതോടെ മറ്റൊരു ഭീതിയും അയാളെ ഗ്രസിച്ചു. ഇതെല്ലാം ആസ്വദമായിട്ടാണ് നടന്നിരിക്കുന്നതെങ്കിൽ അലീനയെ എന്തുകൊണ്ട് ബാലൻ സ്റ്റാലിയുടെ പക്കൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു? വാസ്തവത്തിൽ അലീനയ്ക്ക് എല്ലാം അറിയാവുന്നതല്ലേ? ഇതിനെന്റെ ആവശ്യം ബാലനുണ്ടായിരുന്നെന്ന് പോലും ശിവൻ ആലോചിക്കുന്നുണ്ട്. ഇനി ഇതെങ്ങാണം വൈജി അറിഞ്ഞാലോ? ബാലനാണ് സ്റ്റാലിയെ പരിചയപ്പെട്ടതെന്നും സ്റ്റാലിയെ അറിയിച്ചുകൊണ്ടാക്കിയെന്നും വൈജി അറിഞ്ഞാൽ എല്ലാം അവസാനിച്ചു. ശിവേട്ടൻ എന്താ ആലോചിക്കുന്നേ? നീ പറഞ്ഞ പോലെ ഞാനൊന്ന് അന്വേഷിക്കാം. തൽക്കാലം സമ്മാനിട്ടിരിക്കുക. ശിവൻ അത് പറഞ്ഞിട്ട് സഹോദരിയെ ആശ്വസിപ്പിച്ചു. ഞാൻ വീട്ടിലേക്ക് ചിലട്ടെ, വിളിക്കാം. അയാൾ കൊല്ലപ്പള്ളിയിലേക്ക് കാറോടിച്ചു പോയി.